തണ്ടും തടിമുടുക്കും ഇല്ലെങ്കിൽ ഇപ്പൊ തടിക്കച്ചവടം ചെയ്യുന്ന അല്പം ബുദ്ധിമുട്ടായിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ, പിടിച്ചു നിൽക്കണ്ടേ? ആ, അവർ വന്നിട്ടുണ്ട്, ഞാൻ വിളിക്കാം. ബാബാ, ഇരിക്കേ. ഞാൻ അല്പം തിരക്കിലാണ്, പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയായിരുന്നു. വാ, നമുക്ക് ഓഫീസിനകത്ത് സംസാരിക്കാം. ഇരിക്കേ, നിങ്ങൾ. ഞാൻ നിങ്ങളെ ഒരു ചെറിയ പണി ഏൽപ്പിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഒരു ചെറിയ കൊട്ടേഷൻ തന്നെയാണ്. അച്ഛൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അച്ഛൻ ഞങ്ങളെ അറിയുന്നതല്ലേ, കാര്യങ്ങളെല്ലാം വെടുപ്പായിരിക്കും. കാശ് കൃത്യമായിട്ട് തന്നാൽ മതി, അല്ലേടാ? കാര്യമായിട്ടൊന്നുമില്ലടേ, ഒരു കൂപ്പിലേലമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. എവിടെയൊക്കെ വെക്കാമോ അവിടെ എല്ലാം നോക്കി അവനെന്നെ കിട്ടൊരു ആപ്പ് വെക്കുകയാണ്. കച്ചവടമല്ലേ, മത്സരമൊക്കെ ഉണ്ടാവില്ലോ എന്ന് കരുതി. എന്നാൽ ഇതങ്ങനെയല്ല. പറഞ്ഞു നോക്കി പലരെ കൊണ്ട് പലവട്ടം കാര്യമില്ല. അവന് ചെറിയൊരു ഷോക്കാണ് ആവശ്യം. ഇതിൽ ആളുടെ എല്ലാ വിവരവും ഉണ്ട്. ആ, പിന്നെ വെട്ടും കുത്തൊന്നും വേണ്ട, ഒരു ചെറിയ മൈനർ വർക്ക്. ഒരു 10-12 പേര് അങ്ങോട്ട് കയറി ചെന്ന് ഒരു വാണി കൊടുത്താൽ മാത്രം മതി. വേണമെങ്കിൽ ജനലിൻ്റെ ഗ്ലാസോ കാറിൻ്റെ ചില്ലോ ഒക്കെ അടിച്ച് പൊട്ടിച്ചേര്. ആ, ടൂൾസ് വല്ലതും കൊണ്ടുപോയാൽ അത് വെച്ച് അവനെ പേടിപ്പിക്കാനേ ഉപയോഗിക്കാവുള്ളൂ. വേറെ ഒന്നും ഒപ്പിച്ചേക്കരുത്. ഞാൻ ആളല്ല കേട്ടല്ലോ. വെട്ടും കുത്തൊന്നും വേണ്ട, അതിന് ചുരുക്കം. അത്രയും പോയി തൽക്കാലം. ഇതാ 50,000 രൂപയുണ്ട്. മൊത്തം 2 ലക്ഷം രൂപ തരിഞ്ഞ. ഇത് അഡ്വാൻസ്. 10 ഒരു മെനക്കെടുത്ത കാര്യമില്ല അച്ഛാ, ഇത് കുറവല്ലേ? ഒരു 5 ഉറപ്പിക്ക്. 2 ലക്ഷം കൊണ്ട് എന്ത് ചെയ്യാനാ? കാര്യങ്ങളെല്ലാം വെടിപ്പാട് ചെയ്തേക്കാം. ഞാൻ നിങ്ങളോട് അവൻ്റെ കയ്യും കാലും ഒന്നും എടുത്തോണ്ട് വരാൻ പറഞ്ഞില്ലല്ലോ. ഇല്ലെങ്കിൽ വിട്ടേരെ, എനിക്ക് വേറെ പണിയുള്ളതാ. ശരി അച്ഛാ, ചെയ്യാം. എന്നാ ശരി, ബാക്കി പിന്നീട് കാണാം. പലനെ വിളിച്ചേപ്പിച്ച അവന് മാത്രം 1 ലക്ഷം കൊടുക്കേണ്ടി വരും. അവൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല താനും. പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല താനും. എന്തിനു വെറുതെ കാശ് കളയണം? കാഴ്ചക്ക് 10-12 പേരെ വേണമെന്നല്ലേ ഉള്ളൂ. നമ്മൾ തന്നെ മുന്നിൽ നിന്ന് കളിച്ചാൽ പോരെ? അതാണ് ഞാനും ആലോചിക്കുന്നത്. 10 പേരെ വേണ്ടേ? എവിടെ നോപ്പിക്കും? നമുക്ക് ഒരു കളി കളിച്ച് നോക്കിയാലോ? ഒത്ത 10-25,000 രൂപ കൊണ്ട് കാര്യം നടക്കും. ബാക്കി 1.25 കയ്യിലിരിക്കും. നിൻ്റെ ആ നവാസില്ലേ, സിനിമയിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നവൻ, അവനോട് ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന ഒരു 10 പേരെ അറേഞ്ച് ചെയ്ത് തരാൻ പറ. ഏയ്, അവനൊന്നും ആരും നിൽക്കില്ല. അവൻ അതുകൊണ്ട് ജീവിക്കുന്നവനാണ്. അവർക്ക് അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. സിനിമാ മോഹമായി നടക്കുന്ന വേറൊരു കക്ഷിയുണ്ട്, എനിക്കറിയാവുന്നതാണ്. ചേർത്തലയിലാണ് കക്ഷി. അവർ കുറച്ച് പേരുമുണ്ട്. സിനിമയിൽ എന്തെങ്കിലും ചെറിയ ചാൻസിന് വേണ്ടി നടക്കുന്നവരാണ്. സിനിമയെക്കുറിച്ച് വലിയ ബോധ്യമൊന്നും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് കൂടുതൽ ചോദ്യമൊന്നും ഉണ്ടാവില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.
ആ ഇക്ക പറയക്ക. എവിടെയാണ്? ഇക്ക ഞാൻ പണിസ്ഥലത്താണ് ഇക്ക. എന്താ പുതിയ വർക്ക് വല്ലതും വന്നോ ഇക്ക? ഞാൻ വിളിച്ചത് പുതിയൊരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട്. സൂപ്പർ സ്റ്റാർ പടമാണ്. സൂപ്പർ സ്റ്റാർ പടമോ? അതിൽ ഗുണ്ടകളായിട്ട് അഭിനയിക്കാൻ 10-15 പേര് വേണം. ആണോ? 10-15 പേരിപ്പോ. മറ്റന്നാൾ മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടത്താൻ പറ്റുമോ? അയ്യോ ഇക്ക, ഇവരെ ഞങ്ങളെല്ലാം പണിസ്ഥലത്തല്ലേ ഇക്ക, പലയിടത്തല്ലേ, എങ്ങനെ വരും? അവിടെ നിന്ന് ഒരു വണ്ടി പിടിച്ച് പോകുന്നുള്ളൂ. വണ്ടി കാശെല്ലാം ഞങ്ങൾ എത്തിയതോളാം. ആ ഓക്കെ ഇക്ക, വെച്ചേക്കട്ടെ. ए भाई देखो उधर से ആ ആ ആ ആ ആ ഇക്ക പറഞ്ഞു. ആ സതീഷേ, കാഴ്ചയിൽ കൊച്ചു തടിമുഴക്കുള്ളവനെ കൊണ്ടുവരാൻ ഡയറക്ടറാണ് ലോക്കെ അടിക്കണം. വേറെ ആൾക്കാരും ഉണ്ടാവും, അതുകൊണ്ടാണ് പറയണത്. അത്യാവശ്യം ടൂൾസ് ഒക്കെ എടുത്ത് വെച്ചോ. ആ എടുത്തോളാം എടുത്തോളാം. കാഴ്ചയ്ക്ക് ഒരു ഷോയ്ക്ക് വേണ്ടി സൈക്കിൾ ചെയിൻ, ഹോക്കി സ്റ്റിക്ക്, വടിവാട് പോലെ വേറെ എന്തെങ്കിലുമൊക്കെ. ഓക്കെ. വണ്ടി എടുക്കടാ. ഇത് നാടകമല്ല, സിനിമയാണ്. ഇത്ര മേക്കപ്പ് ഒന്നും വേണ്ടട്ടാ. ഒന്ന് പാടാ, ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇരുന്നാട്ടെ. എടാ മതി മതി, നിർത്ത്, മേക്കപ്പ് ഒക്കെ മതി, പോണ്ടേ നമുക്ക്. വാ എല്ലാരും വാ, 10 മണിക്കുമ്പോ എല്ലാവരും tools ഇങ്ങ് തന്നേ. ആ സീനാവട്ടെ, പോയ വേറെ പണിയുണ്ട്. വാ വാ. പോകാടെ എന്താണ് ഇത്? കേറിക്കടാ, കേറ്. ആ കേറട പിള്ളേരെ. ആ ഓരോരുത്തരായിട്ട് കേറിക്കേ. എടാ പോണ വഴിക്കല്ലേ ചായക്കട നിർത്തണേ. ഇല്ലില്ല, ഇല്ല ലൊക്കേഷനിൽ സ്റ്റോപ്പ് ഉള്ളൂ. എനിക്കിതാ എഴുതിയിട്ട് വേണം കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഉള്ള സ്ഥലം നോക്കി ഇരിക്കടപ്പാ. ആ സതീഷേട്ടാ, ആ റില്ലില് വഴിയിലുണ്ടാവും, അവനെ കൂടെ എടുക്കണേ. നോക്കാടാ. എണ്ണക്കാരുപ്പുള്ളോളെ ഏഴകൊത്തവളെ കണ്ണിലെ ലാവും മെയ്യിലഴകും ആരോ നിനക്കു തന്നു. എണ്ണക്കാരുപ്പുള്ളോളെ ഏഴകൊത്തവളെ കണ്ണിലെ ലാവും മെയ്യിലഴകും ആരോ നിനക്കു തന്നു. കാണായ പാടങ്ങളിൽ കതിരൊന്നു കുത്തി ഞാനേ, കതിരോന്റെ വെള്ളിവെട്ടം മേനിയിൽ ചേർന്നതാണ്. എണ്ണക്കാരുപ്പുള്ളോളെ ഏഴകൊത്തവളെ കണ്ണിലെ ലാവും മെയ്യിലഴകും ആരോ നിനക്കു തന്നു. അവന്മാരെത്തി, എല്ലാം പറഞ്ഞതുപോലെ. എവിടെയാണ് ഇക്ക ലൊക്കേഷൻ? ഇവിടെ അടുത്ത് തന്നെ. ചേട്ടാ ഡയലോഗ് വല്ല ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ തരണേ. നമ്മുടെ കാറിന്റെ പുറകെ നോട്ടോ. ശരി ഇക്ക. ആ ഹലോ സതീഷേ, വണ്ടി അവിടെ നിർത്തിക്കോ. ആ ഡ്രൈവറെ ഒന്ന് നിർത്തിക്ക്. ഞാനിപ്പോ വരാം. ആ ഓക്കെ.
ഹലോ ഹലോ പോലീസ് സ്റ്റേഷനല്ലേ? ഞങ്ങളുടെ വീട് കുറച്ച് ഗുണ്ടകൾ വന്ന് തല്ലിപ്പൊളിക്കുന്നു. എടാ ലിജോ, പോലീസ് ഓടിക്കോ ഓടിക്കോ. പോലീസായിട്ട് അഭിനയിക്കാൻ വന്നതായിരിക്കുമല്ലേ? ഞങ്ങളൊക്കെ ഗുണ്ടകളാണ്. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കും ബ്രോ. ഓരോരുത്തരായിട്ട് പുറത്തോട്ട് ഇറങ്ങിയേ. സതീഷ് ചേട്ടാ, പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ടെ. ഓരോരുത്തരായിട്ട് ഇറങ്ങി. ഞാനില്ല എൻ്റെ ഉള്ളിൽ. താനൊന്ന് കയറി നോക്കി. സാറേ അവര് മിസ്സായി പോയി സാറേ. എല്ലാം നോക്കിയോടോ? ആരുമില്ല സാർ. നടക്ക നടക്ക നടക്കടാ, നടക്ക 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 നടന്നേ. എന്തിനാണ് സാറ് ഞങ്ങളുടെ പേരും അഡ്രസ്സും എഴുതിയെടുക്കണം? ആദ്യം താൻ തന്റെ പേര് അഡ്രസ്സും പറ, എന്നിട്ട് വണ്ടിയിൽ കയറിയിരിക്കുക. ബാക്കി കാര്യങ്ങൾ ശേഷം ചെന്നിട്ട് പറയാം. പേര് പറയണ. റെനിൽ. അച്ഛന്റെ പേര്? ജോസഫ്. വീട്ടുപേര്? കളരിക്കൽ. നിന്റെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടോ? ഉണ്ട് സാറേ. എടുക്ക്. അടുത്ത ആള്. എന്താണ് സാർ ഇതൊക്കെ? ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ നിരപരാധികളാണ് സാറേ. എല്ലാം അങ്ങ് സ്റ്റേഷനിട്ട് പറയാടാ. എന്താടാ പറഞ്ഞിട്ടില്ലേ? ഇവിടെ നിന്ന് വെള്ളത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ. ചവിട്ടി കൂട്ടി വണ്ടിയുടെ പിന്നിലിടും. സാറേ സാറേ ഞങ്ങളുടെ സാറേ. ആ നിന്റെ പേര് പറടാ. രമേശൻ എന്നാ സാറേ. വിജയകുമാറെ ഇവരെ ആ വണ്ടി തന്നെ കയറ്റും കേട്ടോ. സാറേ അത് കറക്റ്റ് അല്ലേ കേട്ടോ? ഒന്ന് മാറ്റി പിടിച്ചേ. വാടാ എല്ലാരും വന്ന് വണ്ടിയെ കയറ. പരാതിക്കാരന്റെ ആക്രമിക്കപ്പെട്ട വീടിന്റെ ഗേറ്റിൽ നിന്നും റോഡിന് മുൻവശം ഏകദേശം 25 അടിയോളം പടിഞ്ഞാറ് അയൽവാസി ദാമോദര പണിക്കരുടെ വീടും പറമ്പും സമീപം പടിഞ്ഞാറേ റോഡിന് സമീപം തെക്ക് ഭാഗത്ത് കിഴക്ക് മാറി ഏകദേശം ആ മനോജ് ആ മതിലും ഈ വണ്ടിയും തമ്മിലുള്ള ദൂരം എടുത്തേ. സാർ 1.5 മീറ്റർ. 1.5 മീറ്റർ അല്ലേ? 1.5 മീറ്റർ അകലത്തിൽ മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോട്ടിൽ മുക്കുറ്റിച്ചിറ റോഡിൽ ഇരുമ്പ് പാലത്തിന് സമീപം ജെയ്സൺ തോമസ് എന്നയാളുടെ വീടിന് സമീപം ചേർത്തല RTO രജിസ്ട്രേഷൻ നമ്പറുള്ള KL04 AW267 ട്രാവലർ വണ്ടിയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ താഴെ പറയുന്ന മാരകായുധങ്ങൾ കണ്ടെടുത്തു. എത്രയാടോ? സാർ above 9. 1962 ഷെഡ്യൂൾ 1. ആംസ് റൂൾ 1962 ഷെഡ്യൂൾ 1 പ്രകാരം മാരകായുധങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതും മൂർച്ചയുള്ളതുമായ വടിവാൾ, സൈക്കിൾ ചെയിൻ, ഹോക്കി സ്റ്റിക്ക്, കുറുവടി തുടങ്ങിയവയും
മാഡം CI ഉണ്ടോ? ജാമ്യത്തിന്റെ കേസിന്റെ ആവശ്യമാണ്. ആ ശരി. കേറിക്കടാ അങ്ങട്. എന്താണ് കൂട്ടം കൂടി നിൽക്കുന്നത്? കല്യാണം കൂടെ വന്നേക്കണ്ട, അങ്ങനെ മാറിക്കട. മാറിക്കട കഴിവര് അങ്ങോട്ട് ശരിയാക്കുന്നില്ല ഞാൻ. എന്താണ് നിന്റെ പേര്? രാജു. മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കാൻ പാടില്ലേടാ, പോലീസിനെ തല്ലുകൊള്ളാതെ. അവൻ്റെ ഒരു കൊട്ടേഷൻ, തല്ലുകൊണ്ട് ചാവാൻ വേണ്ടിയിട്ട്. നടക്ക്, നടക്കടാ, എല്ലാവരോടും കൂടിയാ. പെട്ടെന്നാവട്ടെ. ആരാടാ നിന്റെയൊക്കെ തലവന്മാര്? ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ. അറിയില്ലേ? സത്യമായിട്ട് അറിയില്ല സാറേ. ഞാൻ സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ. പിന്നെ വടിവാളും കത്തിയും ഒക്കെ ആയിട്ട് നീയൊക്കെ ആരെയും ഉണ്ടാക്കാൻ ഇറങ്ങിയതാ? അയ്യോ സാറേ, ഞങ്ങളെ സിനിമയിൽ അഭിനയിപ്പിക്കാന്നും പറഞ്ഞു വിളിച്ച് ചതിച്ചതാണ് സാറേ. വടിവാളും സൈക്കിൾ സാറേ, സിനിമയിൽ അഭിനയിക്കാൻ വന്നത് സാറേ. എടാ, പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഒരുവനും ഞങ്ങൾ കുറ്റക്കാരാണെന്ന് പറയാറില്ല. അവനെയൊക്കെ കൊണ്ട് അത് പറയിപ്പിക്കലാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. മര്യാദക്കുള്ളത് ഇപ്പൊ തുറന്നു പറഞ്ഞാൽ ഇടികൊള്ളാതെ രക്ഷപ്പെടാം. പറഞ്ഞ മനസ്സിലായില്ലല്ലേ? അവന്റെയൊക്കെ ഒരു അഭ്യാസം. എന്തായി? ആ പിള്ളേരെ റിമാൻഡ് റിപ്പോർട്ട് റെഡിയായോ? 5 മണിയായി. മെഡിക്കൽ എടുക്കണ്ടേ? വേഗമാട്ടെ. സാറേ, ആ മൊബൈൽ ടവറിന്റെ കീഴിലെ ആ സംഭവ സ്ഥലത്ത് 15 പേരോളം ലിസ്റ്റിലുണ്ട്. അവരൊക്കെ പ്രതിയേർത്ത് ചാർജ് ഷീറ്റ് അങ്ങ് തയ്യാറാക്ക്. അപ്പോൾ അതിൽ നിരപരാധികളും ഉണ്ടാവില്ലേ സർ? നിരപരാധിയാണോ അല്ല എന്നുള്ളത് കോടതി തീരുമാനിക്കും. പോലീസിന്റെ ഡ്യൂട്ടി എന്താ? FIR രജിസ്റ്റർ ചെയ്യുക, കേസ് അന്വേഷിക്കുക, ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുക. അതായത് ഒരു പട്ടിയുടെ കലത്തിൽ വേറൊരു പട്ടി തലയിടണ്ട. മഹേശ്വരന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോ അവിടെ നിന്ന് ചോദിക്കും, പോലീസിൽ നിന്ന് വല്ല ഉപദ്രവം ഉണ്ടായോ? എന്തു പറയും? ഇവിടെയൊക്കെ ചെറിയ നീരിക്കേണ്ട സാറേ. ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ലെന്ന് പറയണം കേട്ടോ. ഇങ്ങോട്ട് വന്ന വണ്ടിയിൽ തന്നെ ആയിരിക്കും നമ്മളെ സംജയിലോട്ട് തിരിച്ചു പോകുന്നത്. കൂടെ ഞങ്ങളും ഉണ്ടാവും. മനസ്സിലായല്ലോ? കേട്ടോ? മനസ്സിലായല്ലോ അല്ലേ? ഒന്നും പറഞ്ഞേക്കല്ലോ കേട്ടോ. മനസ്സിലായല്ലോ അല്ലേ? സാർ മനസ്സിലായി സാർ. ഒരു കസ്റ്റഡി ഉണ്ട്. അച്ഛനോട് ഒന്ന് പറയണേ. ഓക്കെ. Sir, I'm appearing for the accused. I may be permitted to obtain the signature of the accused. Yes. Thank you, sir. Sir. ഏത് സ്റ്റേഷനാ? സാർ, മൂവാറപ്പുഴ.
സാർ, സംഭവ സ്ഥലത്ത് വാഹനങ്ങളിൽ നിന്നും പിടികൂടിയെന്നേ ഉള്ളൂ. പ്രതികൾ തീർത്തും നിരപരാധികളാണ് സാർ. ഇവർ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ബാക്കിയെല്ലാം പോലീസ് കെട്ടിച്ചമച്ച കഥയാണ് സാർ. ഇതിൽ 27 ആംസ് ആക്ട് ഒക്കെ ഉണ്ടല്ലോ, നോൺ വൈലബിൾ ആണല്ലോ. നിങ്ങൾക്ക് പോലീസിനെതിരെ വല്ല പരാതിയുണ്ടോ? ഇല്ല സാർ. വൈദ്യസഹായങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ? വേണ്ട സാർ. കോപ്പി കിട്ടിയോ വക്കീലേ? ഉവ്വ സാർ, കിട്ടിയായിരുന്നു. ജാമ്യാപേക്ഷ ഞാൻ 22-ാം തീയതിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം APPD കേട്ടിട്ട് ഓപ്പൺ കോർട്ടിൽ കേൾക്കാം. 31-ാം തീയതി വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്, 14 ദിവസത്തേക്ക് കേട്ടോ. ഓക്കെ സാർ. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അതായത് നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത നിയമം ലംഘിക്കുന്നതിനുള്ള ഒഴികഴിവല്ല. നിയമം അറിഞ്ഞിരിക്കണം എന്നതാണ് നിയമം. എന്നാലും എല്ലാ നിയമങ്ങളും എല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ പറ്റുമോ? പറ്റണമെന്നില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില നിയമവശങ്ങളെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും ഈ ചാനൽ ഉപയോഗപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.